മുന്നോട്ട് പോയി. ബയോഡാറ്റ സെലക്ഷൻ അത് ഓക്കെ ആയി. റിട്ടേൺ എക്സാം ഉണ്ട്, അത് പാസ്സായി കഴിഞ്ഞാൽ ഒരു വൈവ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നത്തെ പോലെ ഞാനും ആ ഒരു രീതിയിൽ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം എന്താവും എന്നുള്ളത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ് ഇതൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ റിട്ടേൺ പോയി എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു വിശ്വാസമോ എന്തൊക്കെ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി. അതിനുശേഷം പലരും പറഞ്ഞു ഓറൽ അറ്റൻഡ് ചെയ്തവർ ഭയങ്കര പാടാണ്, അവർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എനിക്കതത്ര പോരാ. അപ്പോൾ എൻ്റെ പ്രതീക്ഷ പിന്നെയും പോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു അവൾ പോയിട്ട് ഫെയിലായി, അവരെ ഈ കാരണത്തെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നില്ല, എന്തിനാ വെറുതെ ഒരു ദിവസം ലീവ് എടുത്ത് പോകണമെന്നൊക്കെ വിചാരിച്ച് ഞാനിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് എനിക്ക് വേറൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ വന്നു കുർദിസ്ഥാനിലേക്ക്, അതും ലാബ് ടെക്നീഷ്യൻ തന്നെ. അതും എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വന്ന. അപ്പോൾ അതിന് ഞാൻ വൈകുന്നേരം അതിൽ അറ്റൻഡ് ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ട് എനിക്കത് വിജയിക്കാൻ പറ്റിയില്ല. പക്ഷേ അവർ ഒരു ഓഫർ വെച്ചു, വന്ന് 2 മാസത്തിനുള്ളിൽ അവർ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്താണേലും നമുക്ക് നാളെ ഈ ഒരു ഇൻ്റർവ്യൂടെ ഉണ്ടല്ലോ അതിന് പോകാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു വേണ്ട നമുക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു. അവസാനം വൈഫ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് മാതാവിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് യെസ് ഓർ നോ എന്ന് പറഞ്ഞ് ലോട്ട് എടുത്തു. ആദ്യമേ എടുത്തു. അപ്പോൾ കുർദിസ്ഥാൻ അതിലേക്ക് പോകാനോ വേണ്ടയോ എന്നുള്ള ആദ്യമേ എടുത്തു. നോ എന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും അങ്ങനെ മാറിപ്പോയി നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അത് നോ കിട്ടി. പിന്നെയും ഞാൻ പറഞ്ഞു 3ാമത് നോ കിട്ടി. അപ്പോൾ അതെന്താണേലും ഉപേക്ഷിച്ച് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഒട്ടും എന്നെക്കൊണ്ട് സാധിക്കില്ല അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. കാരണം അത്ര ഒരു അത്ഭുതമാണ് ഇൻ്റർവ്യൂ ഹാളിൽ നടന്നത്. ഫസ്റ്റ് ഞാൻ പോയിരുന്ന മാഡത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അവർ ഫസ്റ്റ് എല്ലാവരെയും പോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നോട് ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ബ്ലാങ്ക് ഔട്ടായി. ഞാൻ ആകെപ്പാടെ എന്തോ ഒരു അവസ്ഥയായിപ്പോയി. അവരെൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു കുപ്പി വെള്ളം അവിടെ ഇരുന്ന് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹാളിൽ അവിടെ മാറിപ്പോയിരുന്നു ഒന്ന് റിലാക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ വെള്ളമായിട്ട് അവിടെ പോയിരുന്നു. എൻ്റെ വേറെ ഒന്നുമില്ല, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പുറത്തുള്ള ഇൻ്റർവ്യൂവിൽ ബാക്കി കാൻഡിഡേറ്റ്സിനെ വിളിക്കാനായിട്ട് എന്നെ ഏർപ്പാടാക്കി. അപ്പുറം ഇരുന്നവർ ഞാൻ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം തീർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങേ അറ്റത്തു നിന്ന് ഒരു മാഡം എന്നെ വിളിച്ചു. ആദ്യം തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്തൊക്കെയോ അവർ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. പോരാൻ അവർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് അത്ര പോരാ, അവിടെ ചെന്നാണെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇച്ചിരി ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചുകൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി സെലക്റ്റായി. അപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെലക്ട് ആയവരുടെ ലിസ്റ്റ് വിളിച്ച് കൊടുത്തതിൽ എൻ്റെ